നിങ്ങൾക്കേ നെയ്പായസം ഇഷ്ടമാണോ? നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നെയ്പായസത്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ ഇന്ന് നമുക്ക്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉണക്കല്ലരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 കപ്പോളം ഉണക്കല്ലരി എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അതൊന്ന് കുക്കായി കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഈ റൈസൊക്കെ ഒന്ന് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഈ റൈസൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതിൽ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒരുപാട് അങ്ങോട്ട് വെന്ത് പോവേണ്ട, ഒരു 1/4 ഭാഗം കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും മതി. ഇനി ഞാനിത് ഒരു ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൈസ് മുഴുവനായിട്ടും ഒരു ഉരുളിയിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര മെൽറ്റ് ചെയ്തത് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 5 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റ് ചെയ്ത് അരിച്ച് അത് റൈസിൻ്റെ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിലെ ആ വെള്ളമൊക്കെ ഒന്ന് ഒരു 1/4 ഭാഗം വറ്റി വരുന്നത് വരെ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ശേഷം ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കണേ. ഈ നെയ്യിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുമ്പോഴാണ് ഈ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നുള്ളുപ്പും ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ പായസം റെഡി കേട്ടോ. ഇനി ഇതിൽ കുറച്ച് തേങ്ങാക്കൊത്തും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ കറുത്ത മുന്തിരി കൂടി ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിത് ആ പായസത്തിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇതൊരുപാട് ഇഷ്ടമാവും കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനും പറ്റും. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും.